1925 ഓഗസ്റ്റ് 9 ഷാജഹാൻപൂരിൽ നിന്നും ലക്നൌവിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെടാൻ നിൽക്കുന്നു. ഗവൺമെന്റ് ഖജനാവിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു തുക ഈ ട്രെയിനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഷാജഹാൻപൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ലക്നൌവിന് സമീപമുള്ള കക്കോരി എന്ന വിജനമായ ഗ്രാമത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ട്രെയിൻ നിൽക്കുന്നു. പുറത്തു കാത്തുനിന്നിരുന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ പ്രവർത്തകർ പെട്ടെന്ന് തന്നെ ട്രെയിനിനുള്ളിൽ കടന്നു കയറി ഇതിൽ സൂക്ഷിച്ചിരുന്ന ഖജനാവിലേക്ക് കൊണ്ടുപോയ പണം മുഴുവൻ തന്നെ കൊള്ളയടിക്കുന്നു. 1924 രൂപീകരിക്കപ്പെട്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന സുപ്രധാനമായ ഈ സംഭവമായിരുന്നു കക്കോരി ട്രെയിൻ കൊള്ള എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിനിരയായ ഇന്ത്യൻ ജനതയുടെ ദാരിദ്ര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ കാണിച്ച ധൂർത്തിന്റെയും സുഗമമായ ജീവിതത്തിന്റെയും ഒരു പ്രതികാര നടപടി തന്നെയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നടത്തിയ ഈ നടപടി. എന്നാൽ HRIയുടെ ഈ ഒരു പ്രവർത്തനം ശക്തമായി പോയെങ്കിലും വലിയൊരു വീഴ്ച അവർക്ക് സംഭവിച്ചു. ഇതിന് പ്രധാനമായും നേതൃത്വം നൽകിയ ചില വ്യക്തികളുടെ ഇൻഫർമേഷൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും. ഇതിൽ ജയിൽവാസ കാലയളവിൽ അഷ്ഫഖുല്ല ഖാൻ എന്ന തടവുകാരൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പിൻവാങ്ങലിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾക്ക് ഒരു തുടക്കം തന്നെയായിരുന്നു 1924 രൂപീകരിക്കപ്പെട്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതിന്റെ ആദ്യ പ്രവർത്തനമായ കക്കോരി ട്രെയിൻ കൊള്ള പിന്നീട് ബ്രിട്ടീഷുകാർ അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ പിടിച്ചുവെങ്കിലും വലിയൊരു സംഘം യുവാക്കളെ പിന്നീട് HRIയിലേക്ക് തന്നെ ആകർഷിക്കും. അതാണ് നമുക്ക് 1927-28 കാലഘട്ടങ്ങളിലൊക്കെ കാണാൻ പെടുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനും അതുമായി ബന്ധപ്പെട്ട് വന്ന ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു തുടങ്ങിയിട്ടുണ്ടായിരുന്നവരുടെ സാമീപ്യവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അവിസ്മരണീയമാക്കും.